ഇപ്പം മഹേഷ് സാർ നിൽക്കുമോ? മഹേഷ് സാർ നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് ആണല്ലോ. ശരി, നല്ല എനർജി. ഇപ്പം ഈ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിപ്പിക്കുക ഒരു 3-4 പേരെ കൊണ്ടുവന്നു ആണല്ലോ. 3-4 പേരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് സംസാരിച്ച് പഠിപ്പിക്കാൻ ഭയങ്കര എനർജി ആയിരിക്കത്തില്ലയോ? അത്രയും മനസ്സിലായ? മഹേഷ് സാർ ഒറ്റയ്ക്ക് നിൽക്കുമ്പം മഹേഷ് സാറിന് പഠിപ്പിച്ചു. പക്ഷെ ആ സമയം എൻ്റെ കൂടെ ഒരു 3-4 പേര് കൊണ്ട് സംസാരിച്ചൊക്കെ പഠിപ്പിക്കുക ഭയങ്കര എനർജി ആവത്തില്ലയോ? അതാ പറഞ്ഞേ ഇൻ എ സിംഗിൾ ഫ്രീ ആറ്റം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ വരെയാണ് നമ്മൾ പറഞ്ഞത്. റെസിസിറ്റി എല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പോവുകയാണ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ 2ആയി തിരിക്കാം. സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ എത്രയായിട്ട് തിരിക്കാം? 2. ഒന്നാമത് പറയുന്നു എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നും, രണ്ടാമത് പറയുന്നു കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നും തിരിക്കാം. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 2. ഒന്ന് ഏതാ? എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നും, അടുത്തത് ഏതാ? കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നും 2ആയി തിരിക്കാം. ഓക്കെ ആണോ? ശരി, ആദ്യം നോക്കുക എന്താണ് എലമെൻ്റൽ സെമി കണ്ടക്ടർ. ദീസ് ആർ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഹാവിങ് 4 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നു ഒരു ആറ്റം എടുത്തു. എന്താ എടുത്തേ? ആറ്റം. ശ്രദ്ധിച്ചിരിക്കണേ, എന്താ എടുത്തേ? ആറ്റം. ഒരു ആറ്റം എടുക്കുന്ന ആറ്റത്തിന് സെൻറ്റർ ന്യൂക്ലിയസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആറ്റത്തിൻ്റെ വശങ്ങളിൽ എന്തുണ്ട്? ഈ മറ്റേ ഷെല്ലുകളുണ്ട് ഉണ്ടല്ലോ, KLMN ഷെല്ലുകൾ നമ്മൾ പഠിച്ചിട്ടില്ലയോ? ശരി, അപ്പോൾ ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഹാവ് 4 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഈ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും വെളിയിലെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1, 2, 3, 4. 4 ഇലക്ട്രോൺ വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. എന്താ പറയുന്നത്? എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. പഠിച്ചല്ലോ. ഇപ്പോൾ സെമി കണ്ടക്ടർ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 2. ഒന്ന് ഏതാ? എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അടുത്ത ഏതാ? കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. എന്താ എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? ഈ എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരാറ്റമുണ്ട്. ആറ്റത്തിൻ്റെ സെൻറ്റർ എന്തുണ്ട്? ന്യൂക്ലിയസ്. അതിനകത്ത് പലതരം ഷെല്ലുണ്ട്, KLMN ആണല്ലോ. ശരി, അതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 4 ഇലക്ട്രോൺ. ദീസ് ആർ സെമി കണ്ടക്ടർ. ഇതൊരു സെമി കണ്ടക്ടറാണ്. ഹാവിങ് 4 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരുന്നുണ്ട്? 4 ആണല്ലോ. ഇതിനെ പറയുന്ന പേരാണ് എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണല്ലോ. ചോദ്യം, ദീസ് ഇൻക്ലൂഡ് ഗ്രൂപ്പ് 4 എലമെൻറ്റ്. ഇത് എലമെൻ്റൽ സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. എലമെൻ്റൽ സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ഒന്നാമത് ഏതാ? കാർബൺ. പിന്നെ ഏതാ? സിലിക്കൺ. പിന്നെ ഏതാ? ജെർമേനിയം. പിന്നെ ഏതാ? ടിൻ. പിന്നെ ഏതാ? ലെഡ്. കാണാതെ പഠിച്ചേ പറ്റൂ ആണല്ലോ. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ് എന്താണ് എലമെൻ്റൽ സെമി കണ്ടക്ടർ. അപ്പോൾ മഹേഷ് സാർ പറഞ്ഞു എലമെൻ്റൽ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഏറ്റവും വെളിയിലെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരണം? 4. അത്തരം ഇതിനെ പറയുന്ന പേരെന്താ? എലമെൻ്റൽ സെമി കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ എലമെൻ്റൽ സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ഏതാ? താഴെ പറഞ്ഞില്ല ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണ ഏതാ? 4ാമത്തെ ഗ്രൂപ്പ് എലമെൻ്റായ ഏതൊക്കെയാ? കാർബൺ പറയാം, സിലിക്കൺ പറയാം, ജെർമേനിയം പറയാം, ടിന്ന് പറയാം, ലെഡ് പറയാം. ഇതെല്ലാം ഏതിന് എക്സാമ്പിളാ? എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയലിന് എക്സാമ്പിളാണ്. ഇതുമായി ബന്ധപ്പെട്ട അവസാനം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിനകത്തൊരു ചോദ്യം ഉണ്ട്. ആ 9 ചോദ്യത്തിനകത്ത്. അപ്പോൾ എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയലായല്ലോ. ശരി, ഇനി അടുത്താണ് പറയുന്നത് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇച്ചിരി പ്രയാസം തോന്നിക്കും, എങ്കിലും നോക്കി പറ്റുന്ന രീതി പറയാം. എലമെൻ്റൽ എന്ന് വെച്ചാൽ എന്താ? ഒരു ഗ്രൂപ്പേ വരുന്നുള്ളൂ. ഏതാ ഗ്രൂപ്പ്? 4 ആണല്ലോ. പക്ഷേ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 3 and 5. 3ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റും അല്ലെ 5ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റിൽ ഏതെങ്കിലും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? കോമ്പൗണ്ട് സെമി കണ്ടക്ടർ. 3ാമത്തെ ഗ്രൂപ്പിൽ ഏതെങ്കിലും 5ാമത്തെ ഗ്രൂപ്പിൽ ഏതെങ്കിലും കൂടെ തമ്മിൽ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഒന്നും കൂടെ പറയണോ? എന്താ എലമെൻ്റിൽ? അതിനകത്ത് ആരുടെയും സഹായമില്ല, അയാൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അതല്ലോ. ഏത് ഗ്രൂപ്പിൽ എലമെൻറ്റാ? പീരിയോഡിക് ടേബിളിലെ 4ാം ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആയ ഏതൊക്കെയാ? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ആരുടെ സഹായമില്ല, ഒറ്റയ്ക്ക് അയക്കുന്ന ആറ്റം. ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4. കാർബൺ. ഇത് എല്ലാം കാണാൻ പഠിക്കണം ആണല്ലോ. ശരി, സമയത്തും കാണാൻ പഠിക്കാൻ മെനക്കിടുക. അടുത്തത് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ? അത് ഒരു ഗ്രൂപ്പ് മാത്രമല്ല. ഏതെല്ലാം ഗ്രൂപ്പാ?
മൂന്നാം ഗ്രൂപ്പും പിന്നെ ഏതാ അഞ്ചാം ഗ്രൂപ്പും ചേർന്നാണ് എന്തുണ്ടാവുന്നത് കോമ്പൗണ്ട്. ഇപ്പം മനസ്സിലായോ മോനെ? ഇപ്പം മനസ്സിലായി? ഇപ്പം എങ്ങനെയാ മഹേഷ് സാർ ഒറ്റയ്ക്ക് നിൽക്കുന്നു. നമ്മുടെ ക്ലാസ് അവസാനമാകുമ്പോൾ മാരത്തോൺ തുടങ്ങും, ഒത്തിരി സാറുമാർ ചേർന്ന് നിൽക്കും. ആണോ? ചേർന്ന് നിൽക്കുമ്പോൾ എന്താ ഗ്രൂപ്പായിട്ട് ക്ലാസ് അവതരിപ്പിക്കുന്നു. ഇപ്പം മഹേഷ് സാർ ഒറ്റയ്ക്ക് ക്ലാസ് അവതരിപ്പിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. അപ്പം കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ? കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആർ ഫോംഡ്. എങ്ങനെ ഉണ്ടാകുന്നത്? കോമ്പിനേഷൻ. എന്താ? രണ്ടെണ്ണം കോമ്പിനേഷൻ ആണ്. ഗ്രൂപ്പ് ഏതൊക്കെ ഗ്രൂപ്പാ? മൂന്നാമത്തെയും അഞ്ചാമത്തെയും ഗ്രൂപ്പ് എലമെന്റ് തമ്മിലുള്ള കോമ്പിനേഷൻ ആണോ? ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത സ്ലൈഡിൽ ഞാൻ കൂടുതലായിട്ട് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ ഏതാ? എക്സാമ്പിൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എക്സാമ്പിൾ അലൂമിനിയം ഫോസ്ഫൈഡ് പറയാം. അടുത്ത് ഏത് പറയാം? ഗാലിയം ഫോസ്ഫൈഡ് പറയാം. ചിലപ്പോൾ ഇതും കൂടെ പഠിച്ചോണേ. ഇങ്ങനെ സിമ്പിളേ തരത്തുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാവണം ഇതേതാ ഗാലിയം ഫോസ്ഫൈഡും ഇതേതാ അലൂമിനിയം ഫോസ്ഫൈഡും അന്ന് മനസ്സിലാക്കിക്കണം. ഓപ്ഷനകത്ത് ഇങ്ങനെ തരത്തുള്ളൂ ആണോ? ഇത് പരീക്ഷയ്ക്ക് വന്നെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ വ്യക്തമാക്കാൻ പറയുകയാണ്. ഒന്ന്, കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വരണം. മഹേഷ് സാർ ഇപ്പം പറഞ്ഞോളൂ. കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് വെച്ചാൽ മൂന്നാമത്തെ പീരിയോഡിക് ടേബിളിലെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും കൂടെ ചേർന്നുണ്ടാകുന്ന കോമ്പിനേഷനാണ് ഏതാ? കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ശരി, അതാ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഗ്രൂപ്പ് 3 and 5 എലമെന്റ്. മനസ്സിലായല്ലോ? എക്സാമ്പിൾ ഏതാ? ഗാലിയം ഫോസ്ഫേറ്റ് എക്സെട്ര ആണോ? ശരി, എനിക്ക് ഒരു മനസ്സിന് സന്തോഷത്തിന് വേണ്ടി ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ്. പരീക്ഷയിൽ ചോദിച്ചോണ്ട് എന്താണെന്ന് നോക്കിയേ. ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഏതാ? എലമെന്റൽ സെമി കണ്ടക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊക്കെ എക്സാമ്പിൾ? സിലിക്കൺ, ജെർമേനിയം, അവിടെ പറഞ്ഞു. പിന്നെ ഏതാ? കാർബൺ, എന്തോ ആയിക്കോട്ടെ. കോമ്പൗണ്ട് സെമി കണ്ടക്ടർ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഫോട്ടോ എടുത്ത് ഇത് ഉൾപ്പെടുത്തിയതാ. കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? അലൂമിനിയം ഫോസ്ഫൈഡ് ദാണ്ട് കിടക്കുന്നു. ആ നമ്മനെ. ശരി, അടുത്ത പറഞ്ഞേ ഗാലിയം. നമ്മൾ പറഞ്ഞോ? ആന്നോ? ഗാലിയം ആഴ്സനൈഡ് ആണോ? അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം പഠിക്കണം. അപ്പം ഏതാ? അലൂമിനിയം ഫോസ്ഫൈഡ് ദാ കിടക്കുന്നു. ഗാലിയം ആഴ്സനൈഡ് ഇതുണ്ടോ? ഇല്ല. അടുത്ത ഇന്ത്യൻ ഫോസ്ഫൈഡ്. ഏതാ? ഇന്ത്യൻ ഫോസ്ഫൈഡ്. അപ്പം പഠിച്ചു വെച്ചേക്കണേ. കോമ്പൗണ്ട് സെമി കണ്ടക്ടറിന്റെ എക്സാമ്പിൾ തന്നെ മോനെ വരുടാ, ചോദ്യം വരുടാ, പഠിക്കണേ ആണോ? അപ്പോൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടറിന്റെ എക്സാമ്പിൾ ദാ കിടക്കുന്നു. അതുകൂടാതെ ദാണ്ടേ കിടക്കുന്നു. ആണല്ലോ? പഠിച്ചോണേ. ശരി, എലമെന്റൽ സെമി കണ്ടക്ടർ ദാ കിടക്കുന്നു. ഇത് കൂടാതെ ദാണ്ട് നമ്മൾ അപ്പുറത്തും പഠിച്ചായിരുന്നു. ആണോ? അപ്പുറത്തും പഠിച്ചായിരുന്നു. പഠിച്ചില്ലായിരുന്നോ? എന്ത് എലമെന്റൽ സെമി കണ്ടക്ടർ എക്സാമ്പിൾ ദാണ്ട് ഇത്രയുണ്ട്. ഏതാ? കാർബണേ, സിലിക്കണേ, ജെർമേനിയം, ടിന്നെ, ലെഡ്. പഠിച്ചേ പറ്റൂ. ഓക്കെ ആണോ? ഇവിടെ നല്ല ചോദ്യം വരും. 4 തന്നിട്ട് ഏതാണ് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ഏതാ? എലമെന്റലിന് എക്സാമ്പിൾ ഏതാ? നമ്മളൊന്നും കളയത്തില്ല. നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് ചോദിക്കാം. ആണോ? ശരി, അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കണം. എനർജി ബാൻഡ് ആൻഡ് ലെവൽസ്. ഇച്ചിരി പ്രയാസമുണ്ട്. നല്ലോണം പണിയെടുത്താലേ നമുക്കത് കിട്ടും. ആണല്ലോ? കാരണം ഇപ്പം ബേസൊന്നും ഇല്ലാതിരിക്കുന്നൊരവസ്ഥയായിരിക്കാം. ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്ത് ഇതിനു വേണ്ടി ലീവ് എന്നെ പലരും വിളിക്കാറുണ്ട്. ലീവൊക്കെ എടുത്ത് നിൽക്കുകയാണ് സാറേ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശരി, അപ്പം ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇച്ചിരി മനസ്സിലാവാൻ പ്രയാസം കാരണം ഞാൻ ശ്രമിക്കാം. ഓക്കെ ആണോ? നല്ലോണം ശ്രമിക്കും. ഓക്കെ ആണോ? ശരി, ഞാനൊരു കാര്യം ചെയ്തു. ഒരു ആറ്റം എടുത്ത്. എന്താ എടുത്തേ? ആറ്റം. നമ്മൾ ആവശ്യമുള്ളത് മാത്രം പഠിക്കും. ഇപ്പം എന്താ എടുത്തേ? ആറ്റം. ഒരു ആറ്റമുണ്ട്. ആറ്റത്തിൻ്റെ ഒരു സെൻറ്റർ ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേര് ന്യൂക്ലിയസ്. എന്താ പറയുന്നത്? ന്യൂക്ലിയസ്. ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൻ്റെ നടുക്ക് ഞാൻ നിൽക്കുക. ഞാൻ പറയുമ്പോൾ അവിടെ ഇരിടാ, അവിടെ ഇരിക്കും മോനെ, എണ്ണിക്കടാ. ഞാനല്ലേ നിയന്ത്രിക്കുന്നേ? യുവമാരെ ക്ലാസ്സിൽ പിടിച്ചു നിർത്തുന്ന ഞാനല്ലേ മോനെ? ആണോ? ഞാനാണ് ഈ കുട്ടികളെല്ലാം പിടിച്ചത്. ഞാൻ ഇല്ലെങ്കിൽ 4 സൈഡിൽ ഓടത്തില്ലയോ? അതിൻ്റെ കൂട്ട് ഒരാറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ ഒരു മധ്യഭാഗമുണ്ട് നിയന്ത്രിക്കാൻ. അതിനെ പറയുന്ന പേര് ന്യൂക്ലിയസ്. പറമനെ, ന്യൂക്ലിയസ് എന്ന് പറയും. ഈ ആറ്റം അല്ലെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ പലതരം, ബെഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് പലതരം ലെയർ ഉണ്ട്. ആണല്ലോ? K, L, M, N എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിനകത്തെല്ലാമാണ് നമ്മൾ എന്തിനെ വേണ്ടു വെക്കുന്നത്? ഇലക്ട്രോൺസിനെ വെക്കുന്നത്. എന്താ വെക്കുന്നേ? ഇലക്ട്രോൺ. ഒരു ഐഡിയ തന്നിട്ട് തുടങ്ങാം. ആണല്ലോ? ഈ ഞാൻ പറഞ്ഞു ആറ്റമുണ്ട്. ആറ്റത്തിൻ്റെ നടുഭാഗം അതിനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ആരാ? ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ ഔട്ടർ മോർ ഷെല്ലുകളുണ്ട്. എന്താ പറയുന്നത്? ഷെല്ല്. ലെയർ എന്ന വാക്ക് ഉപേക്ഷിക്കുക, ഷെല്ല്. ആണല്ലോ? ഈ ഷെല്ലിനകത്താണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? ഇലക്ട്രോൺസ്. എന്താ വെക്കുന്നത്? ഇലക്ട്രോണ്. ഈ ഇലക്ട്രോണെ അനുസരിച്ച് നമ്മൾ പറഞ്ഞില്ലയോ ഫ്ലോ ഓഫ് ഇലക്ട്രോണാ കറണ്ട് എന്ന് പറഞ്ഞില്ലയോ? ഈ ഇലക്ട്രോൺ ചലിക്കുന്നതിനെയൊക്കെ അനുസരിച്ചാണ് അവിടെ എന്തുവാ? കണ്ടക്ടറാണോ, സെമി കണ്ടക്ടറാണോ, ഇൻസുലേറ്ററാണോ എന്ന് തിരഞ്ഞെടുക്കുന്നത്. നൈസായിട്ട് പറയാം. ഒരാറ്റം, ആറ്റത്തിൻ്റെ നടുഭാഗം എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലിനകത്താണ് ആരുള്ളത്? ഇലക്ട്രോണ്. ആ ഇലക്ട്രോൺ അനുസരിച്ചാണ് നമ്മൾ ചാലകമാണോ, കണ്ടക്ടറാണോ, അത് സെമി കണ്ടക്ടറാണോ, ഇൻസുലേറ്ററാണോ തീരുമാനിക്കുന്നത്.
മോനെ ഒരു കാര്യം കൂടെ, ഈ ഇലക്ട്രോൺസിനെല്ലാം പല എനർജി ഇല്ലയോ? ശരി, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അതവിടെ നിൽക്കട്ടെ, ഡീറ്റെയിൽ ആയിട്ട് പറയാം, നോക്കുക. ഓക്കെ എന്നോ? ശരി, ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എനർജി ബാൻഡ് ആൻഡ് ലെവൽ ഇച്ചിരി നല്ലോണം കഷ്ടപ്പെടണം. നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം കഷ്ടപ്പെടണം. ആദ്യം മനസ്സിലാവത്തില്ല, പിന്നെയും വീഡിയോ ബാക്ക് ഇട്ട് കാണണം. ആണോ? ഇൻ എ സിംഗിൾ പ്രീ ആറ്റം, നല്ലോണം ശ്രദ്ധിക്കുന്ന ഇച്ചിരി പ്രയാസം എന്ന് പറഞ്ഞേ. ഇൻ എ സിംഗിൾ പ്രീ ആറ്റം ദ ഇലക്ട്രോൺസ് ഹാവ് വെൽ ഡിഫൈൻഡ് എനർജി ലെവൽ, ബട്ട് ഇൻ ക്രിസ്റ്റൽ ആറ്റം ഡു നോട്ട് ഹാവ് വെൽ ഡിഫൈൻഡ് എനർജി ലെവൽ. ആണല്ലോ? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുന്നു. ആണല്ലോ മോനെ? ഇതൊരു ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുന്നു. ആണല്ലോ? ഇതൊരു ആറ്റമാണ്. ഈ ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇതിനകത്ത് പല ലെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആണല്ലോ? ഒരാറ്റം ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ട്? ഒരു പറയത്തക്ക എനർജി ഉണ്ട്. ഇപ്പം മഹേഷ് സാർ നിൽക്കുമോ? മഹേഷ് സാർ നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. ആണല്ലോ? ശരി, നല്ല എനർജി. ഇപ്പം ഈ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിപ്പിക്കുക ഒരു 3-4 പേരെ കൊണ്ടുവന്നു. ആണല്ലോ? 3-4 പേരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് സംസാരിച്ച് പഠിപ്പിക്കാൻ ഭയങ്കര എനർജി ആയിരിക്കത്തില്ലയോ? അത്രയും മനസ്സിലായോ? മഹേഷ് സാർ ഒറ്റയ്ക്ക് നിൽക്കുമ്പം മഹേഷ് സാറിന് പഠിപ്പിച്ചു. പക്ഷെ ആ സമയം എൻ്റെ കൂടെ ഒരു 3-4 പേര് കൊണ്ട് സംസാരിച്ചൊക്കെ പഠിപ്പിക്കുക ഭയങ്കര എനർജി ആവത്തില്ലയോ? അതാ പറഞ്ഞേ ഇൻ എ സിംഗിൾ ഫ്രീ ആറ്റം. മോനെ, ഒരാറ്റം ഒറ്റയ്ക്ക് നിൽക്കുക. ഇച്ചിരി പ്രയാസമുണ്ട് മോനെ, കഥ പറഞ്ഞ് പഠിപ്പിക്കാം. ഒരാറ്റം ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഇലക്ട്രോൺസ് ഹാവ് വെൽ ഡിഫൈൻഡ് എനർജി. ഇലക്ട്രോണിന് ഒരു എനർജി ഉണ്ട്. മഹേഷ് സാർ ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കുന്നതിന് എത്ര പെർഫോം ചെയ്താലും ഇതേപോലെ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരാളെ കൊണ്ടു തന്നാലേ 3-4 പേരുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആണോ? അതാ പറഞ്ഞേ ഒരാറ്റം ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഇതിനകത്തുള്ള ഇലക്ട്രോൺസിനെല്ലാം ഒരു എനർജി ഉണ്ട്. ഓക്കെ എന്നോ? അത് നമുക്ക് ഏകദേശം മനസ്സിലാവും, അതിന് ഇത്ര എനർജി ഉണ്ട്. ആണല്ലോ? പക്ഷേ ബട്ട് ഇൻ ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ എന്താ? ഒന്നിലധികം ആറ്റം ഇങ്ങനെ കൂടിച്ചേരുന്നു. ഒന്നിലധികം ആറ്റം പരസ്പരം എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്ന അവസ്ഥ. ആണല്ലോ? ക്രിസ്റ്റൽ ദ ആറ്റം ഡു നോട്ട് ഹാവ് വെൽ ഡിഫൈൻഡ് എനർജി ലെവൽ. അതിനൊരു വെൽ ഡിഫൈൻഡ് എനർജി ലെവൽ ഉണ്ടോ എന്ന് പറയാൻ പറ്റും ഇല്ല. മോനെ, ഞാനിങ്ങനെ നിൽക്കുന്നു. ആണോ? അപ്പം 3-4 സാറന്മാർ കയറി വന്നു, അപ്പം ക്ലാസ് എടുത്തു. അപ്പം ഞാൻ നേരത്തെ എടുത്ത എനർജിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അല്ല, ഭയങ്കരമായിട്ട് എനർജി ആയിരിക്കും. അതെനിക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അവരെന്നോട് പ്രതികരിക്കുന്നത് അനുസരിച്ചായിരിക്കും. അവൻ ഓപ്പോസിറ്റുള്ള സാറ് പറയുന്നു ഹായ് എന്ന് പറയുമ്പോൾ ഞാൻ ഹേ എന്ന് പറയുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാവുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ ഒരാറ്റം ഒറ്റയ്ക്കാണെങ്കിൽ അതിലെ ഇലക്ട്രോൺസിനൊക്കെ എനർജി ഉണ്ട്. അതൊരു നിർവചിക്കപ്പെട്ട എനിക്ക് പറയാം അത് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒന്നിലധികം ആറ്റം പരസ്പരം കൂടിച്ചേരുവാന്നേ എനിക്ക് ആ എനർജിയെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വലിയൊരു എനർജിയാണ്, എത്ര അന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല. ഇനി മനസ്സിലാവും നോക്കി. ഇൻ എ സിംഗിൾ പ്രീ ഇലക്ട്രോൺ, ഒരൊറ്റ മാറ്റമാണെങ്കിൽ ദ ഇലക്ട്രോൺ ഹാവ് വെൽ ഡിഫൈൻഡ് എനർജികൾ. വെൽ ഡിഫൈൻ നിർവചിക്കാം, പ്രവചിക്കാം. അതിന് അത്ര എനർജി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാം. ആണോ? ബട്ട് ഇൻ ക്രിസ്റ്റൽ ഒന്നിലധികം മാറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ദ ആറ്റം ഡു നോട്ട് ഹാവ് വെൽ ഡിഫൈൻഡ്. ഡു നോട്ട് ഹാവ് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. 3-4 പേര് കൂടി ചെല്ലുമ്പോൾ എന്തോ അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒത്തിരി കൂട്ടുകാർ കൂടി ചെല്ലുമ്പോൾ അവിടെ എന്തോ കാണിക്കുന്ന നമുക്ക് പറയാൻ പറ്റും. ഭയങ്കര ഇല്ലയോ, എനർജി ഇല്ലയോ? അതാ ഡു നോട്ട് ഹാവ് വെൽ ഡിഫൈൻഡ് എനർജി ലെവൽ. ആണല്ലോ? ഞാൻ ആദ്യമേ പറഞ്ഞ് കട്ട സാധനം പരമാവധിയെ ചെറുതാക്കുന്നുണ്ട്. അടുത്തതാ ഇറ്റ് ഈസ് ബിക്കോസ് ഇൻ ക്രിസ്റ്റൽ. ഇതിൻ്റെ കാരണം there are many atom. എത്ര ആറ്റം ഉണ്ട്? ഒത്തിരി ആറ്റമുണ്ട്. മെനി ആറ്റം റീച്ച് ആറ്റം സറൗണ്ടഡ് ബൈ നെയ്ബറിങ് ആറ്റം. നെയ്ബറിങ് എന്ന് വെച്ചാൽ എന്താ? ഒരാറ്റമുണ്ട്, ആ ആറ്റം അതിൻ്റെ ചുറ്റുപാടുമുള്ള ആറ്റവുമായിട്ട് എന്ത് ചെയ്യുന്നു? പരസ്പരം ബന്ധത്തിലേർപ്പെട്ടാണ് അതിൻ്റെ എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നോ? ശരി, അടുത്ത ഡ്യൂ ടു ദിസ് എനർജി ലെവൽ ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ആറ്റം ഗെറ്റ് മോഡിഫൈഡ്. ഒന്നുകൂടെ പറയാം. ഡ്യൂ ടു ദിസ് എനർജി ലെവൽ. മോനെ, ഒരാറ്റം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്, എനിക്ക് പറയാം. പക്ഷെ ഒന്നിലധികം ആറ്റം ചുറ്റുപാടുമുള്ള ആറ്റം, ഇപ്പം ഞാനൊരു ആറ്റം, ആ ആറ്റവുമായി ഈ ആറ്റമായിട്ടെല്ലാം ബന്ധത്തിലേർപ്പെട്ടു. ആണോ? അപ്പോൾ എൻ്റെ എനർജി ഭയങ്കരമായിരിക്കും, പ്രവചിക്കാൻ പറ്റത്തില്ല. അതാ ക്രിസ്റ്റൽ. ഓക്കെ ആണോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ക്രിസ്റ്റൽ. ഇൻ എ ക്രിസ്റ്റൽ ഒത്തിരി ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോൾ there are many atom ഒത്തിരി ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേരുമ്പോൾ ആൻഡ് സറൗണ്ടഡ് ബൈ ദ നെയ്ബറിങ് എന്ന് വെച്ചാൽ ചുറ്റുപാടുള്ള ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോൾ വലിയ എനർജിയാണ്. ആണല്ലോ? ഡ്യൂ ടു ദിസ് എനർജി ലെവൽ ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം ഗെറ്റ് മോഡിഫൈഡ്. ഒരാറ്റം ചുറ്റുപാടുമുള്ള ആറ്റവുമായി കൂടിച്ചേരുമ്പോൾ അതിൻ്റെ എനർജി എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും. ആദ്യം മഹേഷ് സാറിന് ഇത്ര എനർജി ഉള്ളായിരുന്നു. 3-4 പേര് പഠിപ്പിക്കാൻ വന്നപ്പോൾ എൻ്റെ എനർജി കൂടി. മോഡിഫൈ ചെയ്തില്ലേ എൻ്റെ എനർജി? അതാ പറഞ്ഞേ ഡ്യൂ ടു ദിസ് എനർജി ലെവൽ. ആ ആറ്റത്തിൻ്റെ എനർജി ഇൻ ദ ആറ്റം ഗെറ്റ് മോഡിഫൈഡ്, ഭയങ്കരമായിട്ട് കൂടി. However, the modification in the energy level is not appreciable in the case of electron in the inner shell,
ബട്ട് ഇറ്റ് ഈസ് കൺസിഡറബിൾ ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഒരേ ഒരു കാര്യം കൂടെ അവിടെയും ഞാൻ വെച്ച് പണിയെടുക്കണം. ഞാൻ പറഞ്ഞു എനർജി ലെവൽ കൂടുമെന്ന് പറഞ്ഞു. എനർജി ലെവലിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ മാത്രമേ ബാധിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞു. അടുത്ത സ്ലൈഡിൽ മനസ്സിലാവും. ഇത്രയും ഒന്നും കൂടെ പറഞ്ഞു തന്നെ എന്താ പറയുന്നത്, എനർജി ബാൻഡൽ ലെവൽ. അതിൻ്റെ ആൻസർ ഇതുവരെ പറഞ്ഞില്ല. ശരി, അങ്ങനെ ഇനി അടുത്തേ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ആർ ഷെയ്ഡ് മോർ ദാൻ വൺ ആറ്റം ഇൻ ദ ക്രിസ്റ്റൽ. ഒരാറ്റം ചുറ്റുപാടുമുള്ള ആറ്റവുമായിട്ട് എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനർജി ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു. പക്ഷെ ഏത് ഇലക്ട്രോണെ മാത്രം, ഏറ്റവും വെളിയിലുള്ള വാലൻസ് ഷെല്ലിലുള്ള ആ ഇലക്ട്രോണിന് മാത്രമേ എനർജി കൂടത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ആണോ? ശരി, അടുത്ത പറഞ്ഞേക്കുന്നതാ കൺസിഡർ, അല്ലെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഞാൻ എടുത്തു ഒരു കാര്യം ചെയ്യുന്നത് സിലിക്കൺ. ഈ സിലിക്കൺ ആറ്റത്തിനകത്ത് മൊത്തം എത്ര ഇലക്ട്രോൺ, അറ്റോമിക് നമ്പർ എത്ര? 14. ദാണ്ട് ഇത് കെ എന്ന് പറയുന്നൊരു ഷെല്ല്, ഇത് എൽ എന്ന് പറയുന്നൊരു ഷെല്ല്, ഇത് എം എന്ന് പറയുന്നൊരു ഷെല്ല് ആണല്ലോ. ഇതിനകത്തെല്ലാം എന്തോ ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ഉണ്ടല്ലോ. ഈ ആറ്റം ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമല്ലയോ? ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനെ ഒരു എനർജി ലെവലുണ്ട്, ഉണ്ടല്ലോ. ശരി, ഇനി ഇതേപോലെ രണ്ട് ആറ്റം ഇവിടെ ഇങ്ങനെ വന്ന് പരസ്പരം അത് എന്ത് ചെയ്തു, കൂടിച്ചേരുന്നു. അപ്പോൾ അത് എനർജി ലെവൽ എന്ത് ചെയ്യുന്നു, കൂടുവല്ലയോ ചെയ്യുന്നേ? ആന്നമനെ. ശരി, അങ്ങനെ ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. അതാണ് ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. നോക്കിയേ. എ സ്റ്റാറ്റഡ് എബോ ഇൻ കേസ് സിംഗിൾ ഐസൊലേറ്റഡ് ആറ്റം, ഒരാറ്റം ആണെങ്കിൽ ദ ഇലക്ട്രോൺസ് ഇൻ എനി ഓർബിറ്റ് പൊസസ് ഡെഫിനിറ്റ് എനർജി. ഇനി കേട്ടാലും മതി. ഒരൊറ്റ ആറ്റം ഒരുമിച്ച് സ്വതന്ത്രമായി നിൽക്കുക, ഒറ്റ ആറ്റമേ ഉള്ളൂ. ആ ആറ്റത്തിനാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദ ഇലക്ട്രോൺസ് ഇൻ എനി ഓർബിറ്റ് പൊസസ് ഡെഫിനിറ്റ് എനർജി. അതിനൊരു എനർജി ഉണ്ട് ആണല്ലോ. However, the atom is crystal very much influence the closely packed neighboring crystal എന്ന് വെച്ചാൽ എന്താ, ആ ആറ്റം ചുറ്റുപാടുമുള്ള ആറ്റവുമായി പരസ്പരം എന്ത് ചെയ്തു, ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ എനർജി എന്ത് ചെയ്യും, കൂടും. അതാ പറഞ്ഞേ പാക്ഡ് നെയ്ബറിങ് ആറ്റം. നെയ്ബർ എന്ന് വെച്ചാൽ എന്താ, ചുറ്റുപാടുള്ള ആറ്റവുമായി എന്ത് ചെയ്യുന്നു, ബന്ധത്തിൽ ഏർപ്പെട്ടു. അവർ ദ ആറ്റം ഇൻ എ ക്രിസ്റ്റൽ വെരി മച്ച് ഇൻവേഴ്സൽ ക്ലോസ്ലി പാക്ഡ് നെയ്ബറിങ് ആറ്റം, എനർജി എന്ത് ചെയ്യും, കൂടും. അതാ ഇനി പറയുന്നത് ആസ് എ റിസൾട്ട്. ഏതാ, ഈ ഒറ്റ ആറ്റം മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്തു, കൂടിച്ചേർന്ന അവസ്ഥയിൽ ആസ് എ റിസൾട്ട് ദ ഇലക്ട്രോൺ ഇൻ എനി ഓർബിറ്റ് സച്ച് ആറ്റം ക്യാൻ ഹാവ് റേഞ്ച് ഓഫ് എനർജി റാദർ ദാൻ സിംഗിൾ എനർജി. ആദ്യം ഒരു ആറ്റം ഒറ്റയ്ക്ക് നിന്നു, അതിനൊരു എനർജി ഉണ്ട്. ആ ആറ്റം ചുറ്റുപാടുള്ള നെയ്ബറിങ് ആറ്റവുമായിട്ട് എന്ത് ചെയ്തു, കൂടിച്ചേർന്നു. അപ്പോൾ ഉള്ള എനർജി അതാ പറഞ്ഞേക്കുന്നത് സിംഗിൾ എനർജി, അതെന്ത് ചെയ്യുന്നു, ഡബിളായിട്ട് മാറി, എനർജി വലിയ രീതിയിൽ വർദ്ധിച്ചു ആണല്ലോ. അതാ ദ റേഞ്ച് ഓഫ് എനർജി, ഇതാ മെയിൻ സാധനം. ദ റേഞ്ച് ഓഫ് എനർജി എന്ന് വെച്ചാൽ മഹേഷ് സാറിന് ഇപ്പോൾ ഒരു എനർജി ഉണ്ട് ആണല്ലോ, അത് സിംഗിൾ എനർജിയാ. ഒത്തിരി പേര് വന്നപ്പോൾ എൻ്റെ എനർജി കൂടി. ആ എനർജി കൂടിയോ കുറഞ്ഞോ? കൂടി. അത് വലിയൊരു എനർജി മാറ്റമല്ലയോ, എനർജി മാറ്റം. അതാ ദ റേഞ്ച് ഓഫ് എനർജി, അവിടെ ഉണ്ടാകുന്ന എനർജി പൊസസ്ഡ് ബൈ ഇലക്ട്രോണിന്റെ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ എന്താ, ഒരാറ്റം ചുറ്റുപാടുമുള്ളതുമായി കൂടിച്ചേരുമ്പോൾ അവിടെ എനർജി ഒരു കൂടുതലായിട്ടുണ്ടായി ആണോ. അതാ പറഞ്ഞ് ദ റേഞ്ച് ഓഫ് എനർജി, ആ കൂടിയ എനർജി പൊസസ്ഡ് ബൈ ഇലക്ട്രോൺ. ഏതാ, ആ ഇലക്ട്രോൺ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് ആണോ. ആദ്യ എനർജി ഇത്രയേ ഉള്ളൂ, എനർജി ചേഞ്ച് ചെയ്തു. അതിനെ പറയുന്ന പേരാണ് എനർജി ബാൻഡ്. നല്ലോണം വിശദീകരിച്ച് ടൈറ്റ് സാധനം. എനിക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കി ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ഇച്ചിരി കൂടെ മനസ്സിലാവാനാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നേ. ഒറ്റ വാക്കി ഒന്നും കൂടെ പറയാൻ മോനെ, ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഞാൻ പറയുന്നത് എന്താ, എനർജി ബാൻഡ് ആണല്ലോ. എനർജി ബാൻഡിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയണം, ആദ്യം ഒരു ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്, ഇലക്ട്രോൺ, അതിനൊരു എനർജി ഉണ്ട് ആണല്ലോ. ഇത് എന്ത് ചെയ്യുന്നു, ഈ ആറ്റം മറ്റുള്ള ആറ്റവുമായി കൂടിച്ചേരുന്നു. അപ്പോൾ ആ എനർജി എന്ത് ചെയ്യുന്നു, കൂടുന്നു ആണോ. അതാ പറഞ്ഞേ ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ്, ആ ഉണ്ടാകുന്ന എനർജി. ഓക്കെ എന്നോ. പൊസസ്ഡ് ബൈ ഇലക്ട്രോൺ ഇൻ എ ക്രിസ്റ്റൽ, എന്താ, ആ എനർജി മറ്റുള്ളതുമായിട്ട് കൂടിച്ചേരുമ്പോഴല്ലേ എനർജി കൂടുന്നേ ആണോ. ശരി, ഈസ് നോൺ ആസ് എനർജി ബാൻഡ്. എന്താ പറയുന്നത്, എനർജി ബാൻഡ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, എനർജി ബാൻഡ് എന്ന് വെച്ചാൽ എന്താ, ആദ്യം ഒരു ആറ്റം സ്വതന്ത്രമായി നിൽക്കുന്നു, അത് നെയ്ബറിങ് ആറ്റവുമായിട്ട് കൂടിച്ചേരുമ്പോൾ ആ എനർജി ലെവൽ എന്ത് ചെയ്യുന്നു, കൂടുന്നു ആണോ. എനർജി ലെവൽ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ദ റേഞ്ച് ഓഫ് എനർജി, ആ കൂടുന്ന എനർജി ലെവല് പൊസസ്ഡ് ബൈ ഇലക്ട്രോൺ. എങ്ങനെ, ക്രിസ്റ്റൽ ആണോ. ഒരാറ്റം മറ്റുള്ള ആറ്റവുമായി കൂടിച്ചേരുന്നതിൻ്റെ ഫലമായി എനർജിയുടെ അളവ് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല ആണോ. നമുക്ക് അളക്കാൻ പറ്റുമോ, ഇല്ല. ആ എനർജിയുടെ ആ ഡിഫറൻസ്, അതിനെ പറയുന്ന പേരാണ് എന്താ, എനർജി ബാൻഡ്. ഓക്കെ ആണോ. ശരി, ഇനി there are 3 type ഓഫ് എനർജി ബാൻഡ്. മൊത്തത്തിൽ എത്ര ടൈപ്പ് എനർജി ബാൻഡ് ഉണ്ട്, 3 ആണല്ലോ. ഒന്ന് കണ്ടക്ഷൻ ബാൻഡ്, അടുത്തെയാണ് വാലൻസ് ബാൻഡ്.
കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഈസ് കാൾഡ് കണ്ടക്ഷൻ ബാൻഡ്. ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്? ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിന് ചാടി പോകുമ്പോഴാണ് അവിടെ എനർജി കൂടുന്നത് ആണോ? അത്രയും ഇതിനെ പറയുന്ന പേരെന്താ? കണ്ടക്ഷൻ ബാൻഡ്. ഒന്നും കൂടെ പറഞ്ഞാൽ ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ വാലൻസ് ഷെല്ല് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്? ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിന്റെ ചലനം മൂലം കിട്ടുന്ന എനർജിയെ പറയുന്ന പേരെന്താ? കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ ആണോ? ഇറ്റ് ഈസ് എം ജി ഇൻസുലേറ്റർ. നമ്മൾ പറഞ്ഞു ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ വാലൻസ് ഷെല്ലുണ്ട്. ആ വാലൻസ് ഷെല്ല് ഫ്രീ ആണെങ്കിൽ എം ജി ആണെങ്കിൽ അവിടെ എന്തില്ല? അതുണ്ടോ? കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇൻസുലേറ്ററിന് എം ജി എന്താ? ഇൻസുലേറ്ററിന്റെ വാലൻസ് ഷെല്ല് എന്താ? ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അത് എം ജി ആണ്. അപ്പൊ എനിക്ക് പറയാം അവിടെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടോ? ഇല്ല. ശരി, അടുത്ത പറഞ്ഞേ. ആൻഡ് പാർഷ്യലി ഫിൽഡ് ഫോർ കണ്ടക്ടർ. കണ്ടക്ടറിനകത്ത് എങ്ങനെ ആയിരിക്കും? ഭാഗികമായിട്ടായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അടുത്തെയാണ് പറയുന്നത് വാലൻസ് ബാൻഡ്. ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺ ഈസ് കാൾഡ് വാലൻസ് ബാൻഡ്. നൈസായിട്ട് പറഞ്ഞാൽ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന് വാലൻസ് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലുണ്ട്. ആ വാലൻസ് ഷെല്ലിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ഉണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരെന്താ? വാലൻസ് ബാൻഡ്. നോക്കി, ദ റേഞ്ച് ഓഫ് എനർജി, അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ അളവ് പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ എന്താ? ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ്, അതിനുണ്ടാകുന്ന എനർജി ആണോ? വാലൻസ് ഇലക്ട്രോൺ ഈസ് കാൾഡ് വാലൻസ് ബാൻഡ്. ഓക്കെ ആണോ? അപ്പൊ എനർജി ബാൻഡ് എത്ര തരമുണ്ട്? 2. ഒന്ന് ഏതാ? കണ്ടക്ഷൻ ബാൻഡ്. മറ്റേത് ഏതാ? വാലൻസ് ബാൻഡ്. ഓക്കെ ആണോ? ശരി. ദ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ഈസ് നോൺ ആസ് വാലൻസ് ഇലക്ട്രോൺ. ഞാൻ പറഞ്ഞു ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺസിന് ഉണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരെന്താ? വാലൻസ് ബാൻഡ്. ഓക്കെ ആണോ? ശരി. ദിസ് ബാൻഡ് മേ ബി പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ്. അത് ഒന്നുകിൽ പാർഷ്യലി ആയിരിക്കാം അല്ലെ കംപ്ലീറ്റ് ആയിരിക്കാം. നമ്മൾ പറഞ്ഞു അത് എം ജി ആണെങ്കിൽ അത് ഏതാ? ഇൻസുലേറ്ററാ. അത് പാർഷ്യലി ആണെങ്കിൽ അത് ഏതാ? കണ്ടക്ടറാ. ഓക്കെ ആണോ? ശരി. അടുത്തെയാണ് പറയുന്നത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ ആണോ? മോനെ, ഇനി ഞാൻ പറഞ്ഞത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ 2 കാര്യം പറഞ്ഞു. ആദ്യത്തെ കാര്യം ഏതാ പറഞ്ഞതാ? കണ്ടക്ഷൻ ബാൻഡ് പറഞ്ഞു. രണ്ടാമത് ഏതാ പറഞ്ഞേ? വാലൻസ് ബാൻഡ് പറഞ്ഞു. ആണല്ലോ? ഒന്നും കൂടെ പറയേ. കണ്ടക്ഷൻ ബാൻഡ് എന്ന് വെച്ചാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ട്. ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന അനുസരിച്ചല്ലേ കണ്ടക്ഷൻ നടക്കുന്നേ. അതാ പറഞ്ഞേ ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഈസ് കാൾഡ് കണ്ടക്ഷൻ ബാൻഡ്. ആണോ? ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺ ഈസ് കാൾഡ് വാലൻസ് ബാൻഡ്. ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ ആ എനർജിയെ പറയുന്നത് എന്താ? വാലൻസ് ബാൻഡ്. ലാസ്റ്റ് പോയിന്റ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ അത് ഇത് പഠിക്കണ്ട, ഇത് നോക്കിയാൽ ദ സെപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു ഇതിനെ പറയുന്ന പേര് കണ്ടക്ഷൻ ബാൻഡ്, ഇതിനെ പറയുന്ന പേര് വാലൻസ് ബാൻഡ്. 2 ബാൻഡ് ആയല്ലോ. ശരി, ഇതിന്റെ ഇടയ്ക്കായിട്ടൊരു ഗ്യാപ്പ് ഇല്ലയോ മോനെ? ഉണ്ടോ? അതാ പറഞ്ഞേ ദ സെപ്പറേഷൻ ഇൻ വാലൻസ് ബാൻഡ് ആൻഡ് conduction band on the energy level large, then the electrons of the valence bands are tightly bound the nucleus. ഒന്നുമില്ല പറഞ്ഞിരിക്കുന്നതാ. ആ സെപ്പറേഷൻ, ഒരു കണ്ടക്ഷൻ ബാൻഡും ഒരു വാലൻസ് ബാൻഡും തമ്മിലുള്ള ആ സെപ്പറേഷനെ പറയുന്ന പേരെന്താ? ഫോർബിഡൻ എനർജി ബാൻഡ് എന്ന് പറയുന്നത്. സിലിക്കൺ ആൻഡ് ജെർമേനിയം ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 1.1 വോൾട്ട് ആൻഡ് 0.7. ഓക്കെ ആണോ? ശരി, ഇന്ന് പറഞ്ഞ കാര്യം ഒന്നും കൂടെ നോക്കുകയാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ആദ്യം സെമി കണ്ടക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. സെമി കണ്ടക്ടറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, എനർജി ബാൻഡ് രണ്ടാമത് പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞ ഏതാണെന്ന് ചോദിച്ചാൽ എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. എന്താ എലമെൻ്റൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ ഏതാ? കാർബണ്, സിലിക്കണ്, ജെർമേനിയം, ടിന്ന്, ലെഡ്. എന്താ എലമെൻ്റൽ സെമി കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരുന്നുണ്ട്? 4. ഒന്നുകൂടെ പറഞ്ഞേ. ആദ്യം പറഞ്ഞ് സെമി കണ്ടക്ടറിന് എത്ര തിരിച്ചിട്ടുണ്ട്? 2. ഒന്ന് ഏതാ? എലമെൻ്റൽ സെമി കണ്ടക്ടർ. രണ്ടാമത് ഏതാന്ന് വെച്ചാൽ ഏതാ? കോമ്പൗണ്ട് സെമി കണ്ടക്ടർ. എലമെൻ്റൽ സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരുന്നുണ്ട്? 4. അതിൽ ഏതൊക്കെ എക്സാമ്പിൾ? 4ാം ഗ്രൂപ്പായിട്ടുള്ള പീരിയോഡിക് ഗ്രൂപ്പിലെ 4ാം ഗ്രൂപ്പായിട്ടുള്ള ഏതൊക്കെ? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ആണോ?
ആണോ? ശരി. അങ്ങനെ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്താ? കോമ്പൗണ്ട് സെമി എന്ന കോമ്പൗണ്ട് പേരിൽ തന്നെ ഉണ്ട്, അതൊരു കോമ്പിനേഷനാണ്. ആരുടെയൊക്കെ കോമ്പിനേഷനാ? 3ാം ഗ്രൂപ്പിൻ്റെയും പിന്നെ ഏതാ 5ാം ഗ്രൂപ്പിൻ്റെയും കോമ്പിനേഷനാണ്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ അപ്പോഴേ പറയണം ഏതാ? അലൂമിനിയം ഫോസ്ഫൈഡ് പിന്നെ ഏതാ? ഗാലിയം ഫോസ്ഫൈഡ് ആണോ? ശരി. അതിന് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നാൽ എലമെന്റൽ സെമി കണ്ടക്ടറിന്റെ എക്സാമ്പിൾ സിലിക്കൺ, ജെർമേനിയം, കാർബൺ, ടിൻ, ലെഡ് കാണാതെ പഠിച്ചോണം. അടുത്ത കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ആണ്. ഏതൊക്കെ ഗ്രൂപ്പ് എലമെന്റ് ആണ്? 3ാമത്തെ ഗ്രൂപ്പിന്റെയും 5ാമത്തെ ഗ്രൂപ്പ് എലമെന്റിന്റെയും ആണോ? ശരി. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അലൂമിനിയം ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, അലൂമിനിയം ഫോസ്ഫൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഇതെല്ലാം പഠിച്ചോണം ആണല്ലോ. ശരി. അടുത്ത ഏതാ? എനർജി ബാൻഡ്. ഒറ്റ വാക്കി പറഞ്ഞ എനർജി ബാൻഡ് നമ്മൾ പറഞ്ഞു. എന്താണെന്നാ പറഞ്ഞേ? ഒരാറ്റം സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ അതിന് ഇലക്ട്രോൺസ് ഉണ്ട്, അതിനൊരു എനർജി ഉണ്ട്, നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതിന് ഇത്ര എനർജി ആണല്ലോ. പക്ഷെ ഒരു ആറ്റം ക്രിസ്റ്റൽ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള നെയ്ബറിങ് ആറ്റവുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എനർജി നമുക്ക് വിവരിക്കാൻ പറ്റുമോ? ഇല്ല. ഭയങ്കരമായ ഒരു മാറ്റം ഉണ്ടാകും. അതാണ് സാധാ ഇങ്ങനെയായിരുന്നു എനർജി, പിന്നെ എനർജി എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് കൂടിയില്ലയോ? ആ ഒരു മോഡിഫിക്കേഷൻ അതാ പറഞ്ഞേ. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ ഇത് വിട്ടേക്കുക. നിങ്ങൾ ഈ ഒരു പോയിന്റ് മാത്രം എനർജി ബാൻഡ് എന്താണെന്ന് വെച്ചാൽ അതാണ് കറക്റ്റ് ഡെഫിനിഷൻ ഇതാണ് മോനെ. എന്താ? ദ റേഞ്ച് ഓഫ് എനർജി. എന്താ? ആ എനർജിയുടെ അളവ്, റേഞ്ച് പൊസസ്ഡ് ബൈ ഉണ്ടാകുന്നത് ബൈ ഇലക്ട്രോൺ ഇൻ എ ക്രിസ്റ്റൽ. എടാ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോണിന് ഒരു എനർജി ഉണ്ട്. ആ ഇലക്ട്രോണിൻ്റെ എനർജി എന്ത് ചെയ്തു? കൂടുന്നു. എന്ത് ചെയ്യുമ്പോൾ? ക്രിസ്റ്റൽ മറ്റുള്ള ആറ്റവുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഇലക്ട്രോണിൻ്റെ ക്രിസ്റ്റൽ ഈസ് നോൺ ആസ് എനർജി ബാൻഡ്. അതിനുശേഷം നമ്മൾ അതിനെ രണ്ടായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് ഏതാ? കണ്ടക്ഷൻ ബാൻഡ്, പിന്നെ ഏതാ? ബാലൻസ് ബാൻഡ്, പിന്നെ അവസാനം നമ്മൾ പറഞ്ഞ ഏതാ? ഫോർബിഡൻ എനർജി ബാൻഡ്. ഓക്കെ ആണോ? ശരി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.